കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ,
ഉടമ്പടി ജീവിത ദൈവത്തിന് നമ്മുടെ ഇടയിൽ അതിൻ്റെ ഫുൾ സ്വിങ്ങിൽ പ്രവർത്തിക്കാൻ പറ്റിയ ഒരു ബിബ്ലിക്കൽ ഫോർമുലയാണത്. ബൈബിളിൻ്റെ വെളിപാട് കാലം മുതൽ തന്നെയുള്ള ഒരു ബൈബിൾ സൂത്രവാക്യമാണ് ഉടമ്പടി. ദൈവത്തിൻ്റെ പവർ, നമ്മൾ പവർലെസ്സായി കഴിയുമ്പോൾ മനുഷ്യന്മാർക്കുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. അത് നമ്മുടെ ബോഡിയുടെ ഒരു കുഴപ്പമാണ്. നമ്മുടെ മനസ്സ്, കർത്താവ് പറഞ്ഞില്ലേ, ബോഡിക്ക് എപ്പോഴും ഒരു പ്രശ്നം, ഒരു വീക്ക്നെസ് ഉണ്ടാകും. മനസ്സൊക്കെ പവർഫുള്ളാകും, പക്ഷേ മനസ്സ് എത്തുന്ന സ്ഥലത്തേക്ക് ശരീരം നടന്നെത്തത്തില്ല. ബോഡിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു വീക്ക്നെസ് ഉണ്ടാകും. അത് ഈശോ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ആത്മാവ് സന്നദ്ധമെങ്കിലും. അത് കർത്താവിൻ്റെ ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്. പക്ഷെ അത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ദൈവികമായ ജീവിത രഹസ്യങ്ങൾ അതിലുണ്ട്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു അസസ്മെൻ്റ് അതാണ്. അതുകൊണ്ടാണ് നമ്മൾ പച്ചപിടിച്ച് കിടക്കുന്നത്. എന്താണ്? ദൈവം അവസാനം ഇത് വെച്ചിട്ട് നമ്മൾ അസസ് ചെയ്യും, വിലയിരുത്തും. എന്താണ്? അതായത് ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു വാതിൽ, ധാരണയുടെ ഒരു വാതിൽ ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കണം. ഒരിക്കലും അടക്കാത്തൊരു വാതിലാണത്. ഏത് കാലാവസ്ഥയിലും നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കർത്താവ് ഈ കാർഡ് നമ്മളെ കാണിക്കും. അത് വലിയൊരു ആശ്വാസമാണ്. എന്താണ്? നിനക്ക് മനസ്സുണ്ട്, പക്ഷേ നിൻ്റെ ശരീരം വീക്കാണ്. അതെന്ത് രസമാണ് കേൾക്കാൻ. അതെപ്പോഴാണ്? ചോര വിയർക്കണ സമയത്ത് പോലും നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. കൈയടിക്കട്ടെ. കർത്താവിൻ്റെ ഒരു വാതില് എപ്പോഴും നമ്മളെ റിജക്റ്റ് ചെയ്യുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഫസ്റ്റ് അജണ്ടയല്ല. അതാണ് നമ്മളിങ്ങനെയൊക്കെ നമ്മുടെ കോൺഫിഡൻസിൻ്റെ ആധാരം. അതാണ് ദൈവദൃഷ്ടിന് വരുന്നൊരു മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത്. എന്താണ്? നമ്മൾ റിജക്റ്റ് ചെയ്യുക എന്നുള്ളത് ബേസിക് പ്രിൻസിപ്പിളല്ല. ഇപ്പോൾ അമേരിക്കൻ വിസയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? നമ്മളെ അവരെ നാട്ടിൽ കയറ്റാതിരിക്കുന്ന ബേസിക് പ്രിൻസിപ്പിളാണ്. അതിനവർ പല പല കാര്യങ്ങൾ പറയും, പല പല വിഷയങ്ങൾ, പല പല നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലെല്ലാം എന്താണ്? ദയവായിട്ട് ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്തേരെ, ഞങ്ങളിവിടെ എങ്ങാനും ജീവിച്ചു പോട്ടെ. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ അവർ ഉള്ള, ഇപ്പം ഞാൻ ചിക്കാഗോയിൽ നമ്മുടെ പുതിയ മാർപ്പാപ്പയുടെ വീട്ടിൽ പോയി. അപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴ് വൈറ്റ് താമസിക്കുന്നില്ല. എവിടെയെങ്കിലും വൈറ്റ് താമസിക്കണില്ല, എന്നുവെച്ചാൽ വെള്ളക്കാർ താമസിക്കണില്ല അവിടെ. ഞങ്ങൾ ചെല്ലുമ്പോഴെല്ലാം നീഗ്രോസാണ്. ഞങ്ങളെ അവിടെ ഒരു നീഗ്രോ എന്ന് നമുക്ക് പറയാൻ പാടില്ല, അതൊക്കെ വലിയ അവിടെയെല്ലാം ഭയങ്കര ക്രിമിനൽ കുറ്റമാണ്. നമ്മൾ ബ്ലാക്ക് എന്ന് പറയും. അവിടെ ബ്ലാക്കുകളാണ് വന്ന് ഞങ്ങളെ സ്വീകരിച്ചത്. അവിടെയെങ്കിലും വൈറ്റ്, പണ്ട് വൈറ്റ് ഉണ്ടായിരുന്ന സ്ഥലമാണ് അവിടെ. അതിൻ്റെ കാരണം വെച്ചാൽ നമ്മൾ അല്ലെങ്കിൽ ഈ ബ്രൗൺ അല്ലെങ്കിൽ ഇന്ത്യൻസ് അല്ലെങ്കിൽ ആഫ്രിക്കൻസ് ബ്ലാക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഈ വൈറ്റ് പതുക്കെ പതുക്കെ അവിടുന്ന് മാറും, അവർ മാറിപ്പോകും. ഒരു ചേച്ചി, ഒരു ഇന്ത്യക്കാരത്തി എന്നോട് പറഞ്ഞു, ഞാൻ വെളുപ്പിന് 2 മണിക്ക് എഴുന്നേക്കും. എന്താ കാര്യം? എൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് താമസിക്കുന്നത് വൈറ്റാണ്, അവർക്ക് നമ്മുടെ മസാലയുടെ മണം കേട്ടാൽ അപ്പം ഛർദ്ദിക്കുമെന്ന്. അപ്പം നമുക്ക് നിസ്സാരമല്ല വിഷയം സീരിയസാണ്, ഭയങ്കര സീരിയസാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മസാലകളൊന്നും ഉപയോഗിക്കരുത്. കടുകൊക്കെ പൊട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ, അവർക്ക് എൻ്റെ അണുബോംബ് പൊട്ടിക്കണ പോലെ മണ്ണാന്നൊരു മണം സഹിക്കാൻ പറ്റാതെ. അല്ലെങ്കിലും കടുകിനൊരു വിടക്കുമണമാണ്, നമുക്കറിയാം. അപ്പോൾ ഇത് ഓരോ മനുഷ്യന്മാർക്കും ഓരോ സംസ്കാരമല്ലേ, തമ്മിൽ യോജിക്കത്തില്ലിരിക്കലോ, ഓരോ സംസ്കാരമാണ്. അതുകൊണ്ട് ബേസിക് പ്രിൻസിപ്പിൾ ആൾക്കാരുടെ റിജക്ഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും റിജക്ഷനാണ്. മനുഷ്യന്മാരുടെ ബേസിക് പ്രിൻസിപ്പിൾ സ്നേഹമല്ല. ശരിക്കും പറഞ്ഞാൽ സ്നേഹമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾക്കൊള്ളുന്നതല്ല, അക്കോമഡേറ്റ് ചെയ്യുന്നതല്ല, റിജക്റ്റ് ചെയ്യുന്നതാണ്. അത് ഇന്ത്യൻ സംസ്കാരമുണ്ട്, റിജക്ഷൻ ഉള്ളതാണ്. കണ്ട,
നമസ്കാരം എന്നൊക്കെ പറയത്തില്ലേ? എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കാര്യം കൊണ്ട് ജീവിച്ചോളാം, എന്നെ തുറണ്ട, നീ നിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങളുടെ അങ്ങോട്ട് സ്തുതി പറയും, ഇങ്ങോട്ട് സ്തുതി പറയും. അപ്പോൾ നമ്മളതിനൊക്കെ കുറച്ച് കോണോട്ടേഷൻ, ഒരു കുറച്ച് അർത്ഥമൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെതല്ല നിൻ്റെതാണെന്നൊക്കെ പറയുമെങ്കിലും അതിൻ്റെ ബേസിക് ഇത് ഹിന്ദുയിസത്തിൻ്റെ അല്ല. ഇത് ഈ നമസ്കാരമൊക്കെ പഠിക്കുമ്പോഴേ നമ്മൾ ഓർക്കും അത് ഹിന്ദുയിസത്തിൻ്റെ ആണല്ലോ, ഹൈന്ദവ സംസ്കാരമല്ല, ബൗദ്ധിസ്റ്റ് സംസ്കാരമാണ്. യവന്മാരുടെ ആണിക്കല്ലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തൊടരുത്, ഞാൻ നിന്നെയും തൊടത്തില്ല. അത് സംഭവം. അത് ഈ അകത്തും പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ രീതിയിൽ അടിസ്ഥാന പ്രിൻസിപ്പിൾ ഇതാണ്. അതുകൊണ്ട് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കും, ഏതെങ്കിലും വകുപ്പ് കണ്ടുപിടിക്കും. അവർ ഇന്ന ജാതിയാണ്, അവർ നമ്മുടെ ആൾക്കാരല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യന് വിഭാഗീയതയുടെ മതിലുകൾ കിട്ടും. ഈശോയുടെ ഇവിടെ വരുമ്പോഴുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം മതിലുകൾ പൊളിക്കുക എന്നാണ്. ആ മതിലെങ്ങനെ പൊളിച്ചെന്ന് പൗലോസ് പറയുന്നുണ്ട്. അവൻ ശരീരം കൊണ്ട് മതിലുകൾ പൊളിച്ചു എന്ന്. എഫേസോസ് 2:14 മുതലുള്ള തിരുവചനങ്ങൾ. എഫേസോസ് 2:14. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. അവൻ നമ്മുടെ സമാധാനം കേട്ട് പറയുക. അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. This is why I promote Jesus. എന്തുകൊണ്ടും നിങ്ങൾ ജീസസിനെ പരിചയപ്പെടണം. കാരണം എന്താ? അവന് ജാതിയില്ല, മതമില്ല. മനുഷ്യനെ വേർതിരിക്കുന്ന മതിലുകൾ, അവൻ പാപത്തിൻ്റെ മതിലുകൾ അവൻ്റെ ശരീരം കൊണ്ട് അവൻ ഇടിച്ചു തകർത്തു. എന്താണ്? ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ 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 ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ ദയയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ ദയയല്ലയോ എന്നെ നടത്തിയത്. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവിൻ്റെ വിശുദ്ധമായ തിരുമുറിവാർന്ന വലതുകരം, അനുഗ്രഹത്തിൻ്റെ അഭിഷേകകരം അങ്ങനെ ഓരോ മക്കളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ ഈശോ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിലെ അങ്ങനെ അവകാശമോഹരിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി, വിടുതല് ഞങ്ങളെ കൊടുക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
മഹത്വം മഹത്വം ആരാധന ആരാധന ദൈവതാവേ നന്ദി ദൈവതാവേ മഹത്വം ദൈവതാവേ ആരാധന സൗഖ്യം നൽകണമേ എന്നിൽ നിറയണമേ സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന് മനസ്സർപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഈ ദിവ്യമായ നിമിഷങ്ങളിലെ കർത്താവിനെ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഈ അൾത്താറയിൽ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധന, കൃപാസനത്തിൻ്റെ നേതൃത്വത്തിൽ ശുശ്രൂഷയിൽ നീ നടത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് അഖണ്ഡ ജപമാല മഹാറാലികളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, അങ്ങനെ കണ്ണീരിൻ്റെ കാലം, അങ്ങനെ മക്കളുടെ കണ്ണീരിൻ്റെ കാലത്ത് അവിടെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ട് ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യമുണ്ട്. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സൗഖ്യം നൽകണമേ നാഥാ വരണമേ, എന്നിൽ നിറയണമേ സൗഖ്യം നൽകണമേ. കർത്താവ് വീടില്ലാത്തവർക്ക് വേണ്ടി അങ്ങയുടെ ദൃശ്യനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, ആകപ്പാടെ ആശങ്കാകുലമായ കുഴഞ്ഞു മറിഞ്ഞ ജീവിത പരിസ്ഥിതിയിലുള്ളവരെ ഒരു തെളിനീരിന് വേണ്ടി, ജീവിതം ഒന്ന് തെളിഞ്ഞു വരാൻ വേണ്ടി, കർത്താവ് ആകപ്പാടെ ഇരുട്ട് കയറിയിട്ടുള്ള മക്കളെ എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, ആര് തുടങ്ങും, എങ്ങനെ ചെയ്യുമെന്ന് അറിയാൻ പറ്റാത്ത ഒരു എത്തും പിടിവില്ലാത്തവർ അവിടെ മേൽ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടട്ടെ ഉണ്ടാകട്ടെ എന്ന് വാക്കുകൊണ്ട് വെളിച്ചമുണ്ടാക്കിക്കൊണ്ട് കർത്താവ് ഇരുട്ടിനെ കർത്താവ് ശാസിച്ച് മാറ്റിയവരെ അനേക മക്കളുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ വെളിച്ചം കർത്താവെ തിരഞ്ഞു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മക്കളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവരെ, മക്കളുടെ മദ്യപാന ശീലങ്ങളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവരെ, ജോലിയെ സംബന്ധിച്ച് ജോലി നഷ്ടപ്പെട്ടു പോയ മക്കൾ, അതുപോലെ തന്നെ കർത്താവ് പുതുക്കാത്ത മക്കൾ, പുതുക്കാൻ കഴിയാത്ത മക്കൾ, കർത്താവ് അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പഠനങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, പഠനങ്ങൾ കഴിയുമ്പോഴേ കർത്താവിടെ ജോലിയില്ലാത്ത അവസ്ഥകളിൽ തിരിച്ചു പോരേണ്ടി വരുന്നവരെ കർത്താവെ അങ്ങനെ തിരിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ തിരിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മാനസികമായ രോഗികൾ, മറ്റു തരത്തിലുള്ള ശാരീരികമായ ചലഞ്ചുകൾ നേരിടുന്ന മക്കൾ, നിന്റെ തിരുമുറിവാണെന്ന് വലത് കർത്താവ് മക്കളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സാമ്പത്തിക തകർച്ചയുള്ളവർ, ജോലി സ്ഥിരതയില്ലാത്തവർ, കടകമ്പോളങ്ങളെല്ലാം കർത്താവ് അടഞ്ഞു കിടക്കുന്നവർ, വാടക ലഭിക്കാത്തവർ, കർത്താവ് കെട്ടിടങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നവർ, കെട്ടിടങ്ങളിലുള്ള പണമെല്ലാം ഒരു സ്ഥലത്ത് കുന്നുകൂടി പോയി അവിടെ തിരിച്ചു കിട്ടാൻ മാർഗമില്ല, ഒരു ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല, വഴിമുട്ടി ഗതിമുട്ടി നിരവധി കർത്താവെ വല്ലാത്തിരുന്ന് ഞെരുങ്ങുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ ശക്തിയാൽ അവൻ്റെ നിങ്ങളുടെ ജീവിത ദുരിതങ്ങൾ തടസ്സങ്ങൾ ഈ നിമിഷം മാറിപ്പോകട്ടെ പ്രാർത്ഥിക്കുന്ന ശ്രുതികട ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ മഹത്വം. കർത്താവേ, മക്കളില്ലാത്ത ദമ്പതികളെ വിവാഹം ഒത്തുവരാത്തവര്, തൊഴിൽ തുടങ്ങി വെക്കാൻ അവസ്ഥ അതിനൊരു മാർഗം കാണാത്തവര്, തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ട് പഠിക്കുന്നവര്, കർത്താവരെല്ലാം സ്വാഗതം പ്രാർത്ഥിക്കുന്നു. സമാധാനം ഇല്ലാത്തവര്, കുടുംബജീവിതം തകർന്നു പോയവര്, ഭർത്താക്കന്മാർ പിരിഞ്ഞു പോയവര്, വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവ് എന്തെല്ലാം തരത്തിൽ വേണ്ടിയാണോ അങ്ങനെ മക്കൾ ഉടമ്പടിയിലേക്ക് വന്നിരിക്കുന്നത്, ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കണം, ഇപ്പോൾ പ്രാർത്ഥന ഓൺലൈനിൽ കൂടിക്കൊണ്ടിരിക്കുന്ന അവിടെ മേലെല്ലാം കർത്താവിന്റെ ശക്തി കണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മൗനമായി മുട്ടേ നിന്നുകൊണ്ട് സമാപന ആശീർവാദം സ്വീകരിക്കുക. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ. സന്ധ്യയ്ക്കു മാതാവിൻ രൂപത്തിൻ മുൻപിൽ തിരിവെച്ചു കൈകൾ ഞാൻ കൂപ്പി നിന്നു. ജപമാല ചൊല്ലുമ്പോൾ എൻ കൊച്ചു ഹൃദയത്തിൽ ഈശോയും മാതാവും നിറഞ്ഞു